പേഷ്യന്റിന് എപ്പോഴും മലദ്വാരത്തിന്റെ ഭാഗത്ത് മലം പോകുന്ന സമയത്ത് ചെറിയ നീറ്റലും വേദനയും വരും. രോഗി അത് പൈൽസ് ആണെന്നാണ് എപ്പോഴും തെറ്റിദ്ധരിക്കുക. ഒരിക്കലും പൈൽസ് എന്ന് പറയുന്ന രോഗത്തിന് നീറ്റലും വേദനയും കാണില്ല. ആകെ പൈൽസ് എന്ന് പറയുന്ന രോഗം രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ബ്ലഡ് വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും. മലദ്വാരത്തിലൂടെ തുള്ളിത്തുള്ളിയായിട്ടല്ല, ചീറ്റുന്ന പോലെ, അതായത് സ്പ്ലാഷ് ഓഫ് ബ്ലഡ് ആയിരിക്കും എപ്പോഴും പൈൽസ് എന്ന് പറയുന്ന ഹെമറോയിഡ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ വരിക. അല്ലാത്തടത്തോളം പൈൽസ് അല്ലെ ഹെമറോയിഡ്സ് എന്ന് പറയുന്ന രോഗത്തിൽ വേദനയും നീറ്റലോ പോച്ചിലോ ഒന്നും കാണില്ല. മലദ്വാര സംബന്ധമായ രോഗമുള്ള ഒരാളില് മലം പോയതിനു ശേഷമോ മലം പോകുന്നതിന് മുന്നെയോ നീറ്റലോ വേദനയോ പുകച്ചിലോ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ഫിഷറാണ്. ഫിഷർ എന്ന് പറയുന്ന രോഗം. ഇനി എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്ന രോഗത്തിന്റെ എക്സ്റ്റേണൽ കമ്പോണൻസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ മലദ്വാരത്തിനകത്തുള്ള ഡെന്റൈൽ ലൈന് താഴെയുള്ള മ്യൂക്കോസൽ ലെയർ കുറച്ച് കൂടുതലായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ, അല്ലെ പുറത്തേക്ക് തള്ളലൊരു കണ്ടീഷൻ, ആ കണ്ടീഷനിലും ഇതേ കണക്ക് മലം പോയതിനു ശേഷം നീറ്റലും പുകച്ചിലും വരാം. പക്ഷെ അസഹ്യമായിട്ടുള്ള നീറ്റലും വേദനയും പുകച്ചിലും മലദ്വാരം ചുരുങ്ങിയിരിക്കുക എന്ന് പറയുന്ന പോലുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഫിഷർ എന്ന് പറയുന്ന രോഗമാണ്. അത് പൈൽസ് അല്ല. ആളുകൾ പലരും തെറ്റിദ്ധാരണയോടെ മരുന്ന് കഴിക്കുകയും നൂല് കെട്ടുന്ന ചികിത്സകളിൽ പോയി ഒക്കെ ചെയ്യുമ്പം ഈ ഫിഷർ എന്ന് പറയുന്ന രോഗത്തിനാണ് അവരവിടെ നൂല് കെട്ടുന്നത്. അതിന് പൈൽസിനല്ല അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാം.